നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ആറാട്ടുപുഴ ദേവസംഗമത്തിലെ മുഖ്യ പങ്കാളിയായ തൊട്ടിപ്പാൾ ഭഗവതിയുടെ പകൽപൂരം ആഘോഷിച്ചു. ആമ്പലൂർ പള്ളിക്കുന്ന് റോഡ് നവീകരണം ആരംഭിക്കാനിരിക്കെ വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തത് പ്രതിസന്ധിയാകുന്നു. വിഷുക്കണിയൊരുക്കാൻ പൊൻനിറമുള്ള വെള്ളരിക്കായ്കൾ വിളയിച്ചെടുത്തിരിക്കുകയാണ് മറ്റത്തൂരിലെ കർഷകനായ രാജൻ പനങ്കൂട്ടത്തിൽ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി മകളെ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ചും മുഖ്യമന്ത്രി പിണറായി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ആമ്പല്ലൂർ സെന്ററിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ ദേവസംഗമത്തിലെ മുഖ്യ പങ്കാളിയായ തൊട്ടിപ്പാൾ ഭഗവതിയുടെ പകൽപൂരം ആഘോഷിച്ചു. രാവിലെ പാണിക്കുട്ടി ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. 3 ആനകൾ അണിനിരന്നു. പുറത്തേക്ക് എഴുന്നള്ളിയ ഭഗവതി കുളക്കരയിൽ ശ്രീമൂലസ്ഥാനം ദർശിച്ച് തെക്കോട്ട് തിരിഞ്ഞു നിന്ന ശേഷം പഞ്ചവാദ്യം. തുടർന്ന് ക്ഷേത്രനടയിൽ 7 ആനകളോടുകൂടി പന്തലിൽ എത്തിയ ശേഷം പഞ്ചവാദ്യം അവസാനിച്ചു. പാണ്ടിക്കുട്ടി കിഴക്ക് ആൽത്തറയ്ക്കൽ ക്ഷേത്രത്തിന് അഭിമുഖമായി എഴുന്നള്ളിപ്പ്. കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ് എന്നിവയ്ക്ക് ശേഷം പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ 120-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ നടപ്പന്തലിൽ എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. തുടർന്ന് ചെമ്പട കൊട്ടി മതിൽക്കകത്ത് പ്രവേശിച്ച് അകത്തേക്ക് എഴുന്നള്ളിപ്പും നടത്തി. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് മേടംകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കൊടിക്കൽ പൂരം വെള്ളിയാഴ്ച നടക്കും. രാവിലെ 5-ന് നട തുറക്കൽ, 5:30-ന് അഭിഷേകം, 6-ന് ഗണപതി ഹോമം, 8:30-ന് ഉഷപൂജ, രാവിലെ 9-ന് ശീവേലി എഴുന്നള്ളിപ്പ്, 9:30 മുതൽ 12 വരെ പഞ്ചാരിമേളം, ഉച്ചയ്ക്ക് 12-ന് പ്രസാദൂട്ട്, വൈകിട്ട് 4-ന് ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചാരിമേളത്തോടെ എഴുന്നള്ളിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ഇറക്കി എഴുന്നള്ളിപ്പ്, 6:45-ന് ദീപാരാധന, 7-ന് നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും, രാത്രി 10:30-ന് പൂരം എഴുന്നള്ളിപ്പ് എന്നിവയാണ് ചടങ്ങുകൾ. ആമ്പലൂർ പള്ളിക്കുന്ന് റോഡ് നവീകരണം ആരംഭിക്കാനിരിക്കെ വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തത് പ്രതിസന്ധിയാകുന്നു. നിർമ്മാണം പൂർത്തിയായ ശേഷം റോഡ് വെട്ടിപ്പൊളിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പതിവ് രീതി ഇവിടെ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. KK രാമചന്ദ്രൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 3.5 കോടി രൂപ വകയിരുത്തിയാണ് അമ്പല്ലൂർ ജംഗ്ഷൻ മുതൽ പള്ളിക്കുന്ന് വരെ റോഡ് നവീകരിക്കുന്നത്. ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. റോഡ് നിർമ്മാണം ഉടൻ തുടങ്ങാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നീക്കം. എന്നാൽ ഈ പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതും പഴയ പൈപ്പുകൾ മാറ്റുന്നതുമായ പ്രവർത്തികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. ജൽജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അളഗപ്പനഗർ ESI മുതൽ മണ്ണമ്പേട്ട വരെ പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചുവെങ്കിലും ബാക്കി ഭാഗത്തെ പണികൾ കരാറുകാർ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പലതവണ വാട്ടർ അതോറിറ്റിക്ക് കത്ത് നൽകിയതായി പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നു. MLA അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് PWD അധികൃതർ വ്യക്തമാക്കിയിരുന്നു. PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ പലതവണ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുവെങ്കിലും അനുകൂലമായ ഒരു മറുപടിയും ലഭിച്ചില്ല. ഫണ്ടിന്റെ അപര്യാപ്തതയാണ് പൈപ്പിടൽ പൂർത്തിയാക്കാൻ വാട്ടർ അതോറിറ്റിക്ക് തടസ്സമെന്ന് പറയുന്നെങ്കിലും ജൽജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തികൾ പൂർത്തിയാക്കാൻ തടസ്സമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പൈപ്പിടൽ പ്രവർത്തികൾ പൂർത്തിയായ ഭാഗത്ത് റോഡ് നിർമ്മാണം ആരംഭിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കത്ത് നൽകാനാണ് PWD അധികൃതരുടെ നീക്കം. നമ്മുടെ ആമ്പലൂർ തൊട്ട് പള്ളിക്കുന്ന് വരെ റോഡ് ടാർ ചെയ്യുന്നതിന് MLA ഫണ്ടിൽ നിന്ന് 3.5 കോടി രൂപ വയ്ക്കുകയും ടെൻഡർ നടപടിയും പൂർത്തീകരിച്ച് എല്ലാം പണിയൊക്കെ പൂർത്തീകരിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടു. ഈ ആമ്പലൂർ ജംഗ്ഷനിൽ കുടിവെള്ളമില്ല, അത് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് MLA ശ്രദ്ധയിൽപ്പെടുത്തുകയും അപ്പോൾ പൈപ്പ് ഇടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഈ പൈപ്പ് ഇടുന്നത് നമുക്ക് വരാക്കര വരയിലിട്ടാൽ മാത്രമേ നമുക്ക് റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഇട്ടിരിക്കുന്ന പൈപ്പ്
മണ്ണമ്പട്ട പൈശാല വരെയാണ്. പൂർണ്ണമായും പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ വൈദ്യശാല വരെ പൈപ്പ് ഇടുകയും ആ ഇട്ട ഭാഗത്ത് മാത്രമേ ടാർ ചെയ്യാനായിട്ട് അനുവാദം കൊടുക്കാമെന്ന് ഈ അടുത്ത ഈ അല്പനിമിഷം പോലും മുമ്പ് വാട്ടർ അതോറിറ്റി ആയിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇട്ട ഭാഗത്ത് ടാർ ചെയ്യാൻ അനുമതി നൽകാമെന്നാണ്. പിന്നീട് 4-5 വർഷത്തേക്ക് റോഡ് പൊളിക്കാൻ അനുവാദം ലഭിക്കുകയുമില്ല. ഫലത്തിൽ വാട്ടർ അതോറിറ്റിയുടെ മെല്ലെപ്പോക്കിൽ നഷ്ടം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മാത്രമാകും. പൊതുമരാമത്ത് ജലവിഭവ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെ ആധുനിക രീതിയിൽ റോഡ് നവീകരിക്കുന്നതിന് ഫണ്ട് പാസ്സായിട്ടുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ മെല്ലെപ്പോക്കിൽ നടപടികൾ അനന്തമായി നീളുകയാണ്. മേഖലയിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിടൽ പൂർത്തിയായാൽ മാത്രമേ റോഡ് നവീകരണം സാധ്യമാകൂ. വാട്ടർ അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ഏകോപനത്തിലൂടെ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വിഷു വിശേഷങ്ങളുമായി കണി കാണും നേരം. മേടപ്പുലരിയിൽ വിഷുക്കണിയൊരുക്കാൻ പൊൻനിറമുള്ള വെള്ളരിക്കായ്കൾ വിളയിച്ചെടുത്തിരിക്കുകയാണ് മറ്റത്തൂരിലെ താളുപ്പാടം സ്വദേശി രാജൻ പനംകൂട്ടത്തിൽ. വാഴ, വിവിധയിനം പച്ചക്കറികൾ എന്നിവയിലെന്ന പോലെ കണി വെള്ളരി കൃഷിയിലും വിജയഗാഥ രചിക്കുകയാണ് മലയോരത്തെ അറിയപ്പെടുന്ന കർഷകരിൽ ഒരാളായ രാജൻ. 3 മുറിക്കടുത്തുള്ള ചെട്ടിച്ചാൽ പാടത്ത് സ്വന്തമായുള്ള 3 ഏക്കർ നിലത്തിലാണ് രാജൻ കണിവെള്ളരി കൃഷി ചെയ്തിരിക്കുന്നത്. ആണ്ടിൽ 2 വട്ടം നെൽകൃഷി ഇറക്കുന്ന പാടത്ത് വേനൽക്കാല വിളയായാണ് വെള്ളരി കൃഷി ചെയ്തത്. ഫെബ്രുവരിയിൽ മുണ്ടകൻ കൊയ്ത്തെടുത്ത് ഏറെ വൈകാതെ തന്നെ വെള്ളരി കൃഷിക്ക് നിലമൊരുക്കി വിത്തിട്ടു. മികച്ച വിളവ് തരുന്ന മഞ്ചേരി ഇനത്തിലുള്ള വെള്ളരിയാണ് കൃഷി ചെയ്തത്. കോഴിക്കാഷ്ടമടക്കമുള്ള ജൈവവളങ്ങളാണ് പ്രധാനമായും വെള്ളരി ചെടികൾക്ക് നൽകിയത്. ആകർഷകമായ നിറത്തിലും ആകൃതിയിലുമുള്ള മഞ്ചേരി വെള്ളരി വിപണിയിൽ നല്ല ഡിമാൻഡുള്ളവയാണ്. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ ചന്ത മുഖേനയാണ് രാജൻ വിളയിച്ച കണിവെള്ളരി വിറ്റഴിക്കുന്നത്. ഹോർട്ടികോർപ്പിന്റെ വാഹനമെത്തി ആലപ്പുഴ ജില്ലയിലേക്കാണ് ഇവിടത്തെ കണിവെള്ളരി കായ്കൾ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത്. കൊടും ചൂടിനെ വകവയ്ക്കാതെയുള്ള അധ്വാനത്തിലൂടെ മികച്ച ഉൽപാദനം കൈവരിക്കാൻ ഇത്തവണ രാജന് കഴിഞ്ഞിട്ടുണ്ട്. വേനൽ മഴ ആശങ്ക സൃഷ്ടിച്ചുവെങ്കിലും അത് ഉൽപാദനത്തെ കാര്യമായി ബാധിച്ചില്ലെന്ന് രാജൻ പറയുന്നു. കഴിഞ്ഞ വർഷം വിഷു സീസണിൽ കിലോഗ്രാമിന് 18 രൂപ നിരക്കിലാണ് ഈ കർഷകൻ കണിവെള്ളരി വിറ്റഴിച്ചത്. ഈ വർഷം വില വർദ്ധിച്ചിട്ടുള്ളതിന്റെ ആഹ്ലാദവും രാജൻ പങ്കുവയ്ക്കുന്നു. കിലോഗ്രാമിന് 20 രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 12 ടൺ ഉൽപാദനമാണ് ഈ സീസണിൽ രാജൻ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രാവശ്യം കൃഷി ചെയ്തിരിക്കുന്നത് 2 ഏക്കറിലാണ്. മഞ്ചേരി എന്ന വിത്താണ്. മഞ്ചേരി എന്ന വിത്ത് കുറെ നാളായി നമ്മളോട് കൊണ്ടുവന്നിട്ട് ഇപ്പൊ നമ്മുടെ സ്വന്തം വിത്തായിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ല കുഴപ്പമില്ലാത്ത വിളവുണ്ട്. 2 ഏക്കറിൽ നിന്ന് കഷ്ടി ഒരു 12 ടൺ വെള്ളരിയോളം നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. വിലയും കുഴപ്പമില്ലാത്ത രീതിയിൽ വിലയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഹോർട്ടികോർപ്പും കൃഷി ഡിപ്പാർട്ട്മെന്റും 2 VAPCK മാർക്കറ്റും ആണ് സംഭരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വില ഒരു 2 രൂപ കൂടുതലുണ്ട്. ഈ പ്രാവശ്യം ചെലവില് കൂടുതലുണ്ട്. പക്ഷെ മഴ നമുക്ക് ചെറിയൊരു പ്രശ്നമായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കടന്നു പോകാൻ സാധിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം ഏപ്രിൽ 14 പുലർച്ചെ 2:45 മുതൽ 3:45 വരെ ആയിരിക്കുമെന്ന് ദേവസ്വം അറിയിച്ചു. ക്ഷേത്ര ശ്രീകോവിലിൽ ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന് വലതുഭാഗത്താണ് വിഷുക്കണി ഒരുക്കുക. സ്വർണ്ണ സിംഹാസനത്തിൽ കണ്ണന്റെ തങ്കത്തിടമ്പ് എഴുന്നള്ളിച്ചു വെച്ച് ആലവട്ടം, വെഞ്ചാമരം, നെറ്റിപ്പട്ടം എന്നിവ കൊണ്ട് അലങ്കരിക്കും. ഓട്ടുരുളിയിൽ ഉണക്കലരി, വെള്ളരിക്ക, കണിക്കൊന്ന, ചക്ക, മാങ്ങ, വാൽക്കണ്ണാടി, ഗ്രന്ഥം, അലക്കിയ മുണ്ട്, സ്വർണം, പുതുപ്പണം എന്നിവ കൊണ്ട് കണിയൊരുക്കും. നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഭക്തർക്ക് കണി കാണാനായി നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കും. മേൽശാന്തി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി പുലർച്ചെ 2 മണിക്ക് ശേഷം കീഴ്ശാന്തിമാർക്കൊപ്പം ശ്രീലകവാതിൽ തുറക്കുമെന്നും ദേവസ്വം അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. 2 പതിറ്റാണ്ടുകാലം ആമ്പല്ലൂരിന്റെ സാമ്പത്തിക മേഖലയിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന സമ്പുഷ്ട ഗ്രൂപ്പിന്റെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി സ്ഥാപനമായ ഖന്ന ഫിൻലീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖ മുത്തർത്തേക്കരയിൽ ആരംഭിച്ചു.
മുത്രത്തിക്കര കാട്ടൂക്കാരൻ കോംപ്ലക്സിൽ ആരംഭിച്ച സ്ഥാപനം പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ KO ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ അഡ്വക്കേറ്റ് MS സജീവ് പദ്ധതി അവതരണം നടത്തി. സമ്പുഷ്ട ഗ്രൂപ്പ് ചെയർമാൻ EG സന്തോഷ് കുമാർ, ഡയറക്ടർ TP ആന്റണി എന്നിവർ പ്രസംഗിച്ചു. നിരവധി ധനകാര്യ സ്ഥാപനങ്ങൾ തൃശ്ശൂർ ജില്ലയിലുണ്ട്. ആ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങളുള്ളത് പറപ്പൂക്കര പഞ്ചായത്തിലാണ് തോന്നുന്നത്. കാരണം ഇടയ്ക്ക് കടന്നു വരുന്ന വഴികളിലൊക്കെ നമ്മൾ പ്രസിഡന്റ് ആയതിനു ശേഷം തന്നെ ഞാൻ നിരവധി സ്ഥാപനങ്ങളിൽ ഇത്തരം ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കുകയുണ്ടായി. ഞങ്ങൾ ഏകദേശം ഒരു 15-18 വർഷങ്ങൾക്ക് മുമ്പ് ആമ്പല്ലൂര്, നന്ദിക്കര, നെല്ലായി, മുളങ്ങ്, തൊട്ടിപ്പാട്, മരുന്നിരപ്പള്ളി, കല്ലൂര്, മാവഞ്ചൂട് അങ്ങനെ ഏകദേശം ഒരു 15-20 കിലോമീറ്റർ ചുറ്റളവിൽ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം മറ്റ് സ്ഥലങ്ങളിലേക്കും ഈ ഒരു പഞ്ചായത്തിന് മാത്രമല്ല മറ്റു പഞ്ചായത്തുകളിലേക്കും അതുപോലെ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും എത്താനായിട്ട് സാധിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് ഇന്ത്യ പോലുള്ള ഒരു വിപുലമായ രാജ്യത്ത് ഏതാനും എണ്ണം കുറഞ്ഞ ബാങ്കുകൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ട സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റുകൾ, നിലവിലുള്ള ഗവൺമെന്റും അതിന് മുന്നുള്ള ഗവൺമെന്റുകളുടെ നയങ്ങളനുസരിച്ച് റിസർവ് ബാങ്കിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇതിന്റെ പ്രോജക്റ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു NBFC, അതായത് റിസർവ് ബാങ്കിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്ന് പറയുന്ന NBFC പ്രോജക്റ്റുകളുള്ള ഉൾപ്പെടെയുള്ള ഒരു വിവിധ പദ്ധതികളാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ബാങ്കിങ് ഇതര സ്ഥാപനമാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഓഹരി ഉടമ എന്ന നിലയിലും ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് ബന്ധപ്പെട്ടവരോട് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുവാൻ വേണ്ടി എല്ലാ ഓഹരി ഉടമകളുടെയും വളരെയധികം സന്തോഷവും അഭിമാനവും ഉള്ള ഒരു നിമിഷത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ഷീന പ്രദീപ, സമ്പുഷ്ട ഗ്രൂപ്പ് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് P ഉണ്ണികൃഷ്ണൻ, സമ്പുഷ്ട കൊറീസ് മാനേജിംഗ് ഡയറക്ടർ TB പ്രേമചന്ദ്രൻ എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകൾ നൽകി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തിലും നേരിട്ടുള്ള നിയന്ത്രണത്തിലുമുള്ള സ്ഥാപനം ആമ്പല്ലൂർ കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാരുടെയും വ്യാപാരി വ്യവസായികളുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റി വരുന്നു. സുരക്ഷിതത്വവും സുതാര്യവുമായ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കും സന്ദർശിക്കുക. കന്ന ഫിൻലീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കാട്ടൂക്കാരൻ കോംപ്ലക്സ്, മുത്രത്തിക്കര, പറപ്പൂക്കര. ഫോൺ നമ്പർ 8129054834. സഹോദര സ്ഥാപനം സമ്പുഷ്ട കൊറീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ആമ്പല്ലൂർ. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ജോയ്സ് പാർക്ക് വിനോദ കേന്ദ്രം കോടാലി മുരിക്കിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചു. ഒഴിവുവേളകൾ ഉല്ലാസമാക്കാൻ മറ്റത്തൂരിന് സ്വന്തമായി വിനോദ കേന്ദ്രം എന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരമാവുകയാണ് ജോയ്സ് പാർക്കിലൂടെ. വിനോദ കേന്ദ്രം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അസൈൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഗീത ജയൻ, ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായിരുന്നു. ജോയ് ആന്റണി മംഗലത്ത് പറമ്പിന്റേതാണ് സ്ഥാപനം. കുട്ടികൾക്ക് മാത്രമല്ല വരുന്ന പാരന്റ്സിനും ആഘോഷിക്കാവുന്ന രീതിയിലാണ് ഇവിടുത്തെ റൈഡുകൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. കുട്ടികൾ കൊണ്ടുവന്നിട്ട് പാരന്റ്സ് വെറുതെ ഇരിക്കേണ്ടി വരില്ല. അവർക്ക് ഇവിടെ കാര്യങ്ങളുണ്ട്, എക്സസൈസ് ചെയ്യാം, സ്ലൈഡറുണ്ട്, ഊഞ്ഞാലുകളുണ്ട്, എല്ലാവർക്കും അത് ഉപയോഗിക്കാം. അത്രയും കണ്ണിങ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയും റൈഡ് വരുന്നുണ്ട്, ജയിന്റ് വീലും ട്രെയിനും വരുന്നുണ്ട്. അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ നീക്കാണ്. ഇപ്പോൾ ഇത്രയും ചെയ്ത് നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്.
വലിയ സന്തോഷമാണ്. കാരണം ഇത്തരത്തിലുള്ള പാർക്കുകൾ നമുക്കറിയാലോ, കുട്ടികളൊക്കെ ഈ പാർക്കിലേക്ക് മൊബൈലിൽ നിന്ന് ലഹരിയുടെ ഒരു കാലഘട്ടം, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവർക്ക് തന്നെ ചോദിക്കും, നമ്മളൊക്കെ എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവുക, ലഹരി ഉപയോഗിക്കരുത്, മൊബൈൽ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ തന്നെ ചോദിക്കും, ഞങ്ങൾക്ക് വേണ്ടി എന്താണ് നമുക്ക് സമയം കളയാനും അതുപോലെ തന്നെ എൻജോയ്മെന്റിന് എന്താണ് നിങ്ങൾ കരുതി വയ്ക്കുക എന്നൊക്കെ കുട്ടികൾ ചോദിക്കാറുണ്ട്. കുട്ടികളുടെ പാർക്ക്, വിവിധ റൈഡുകൾ, കിഡ്സ് വെഹിക്കിൾ, ഊഞ്ഞാൽ, മുതിർന്നവർക്കായി സ്പാ, ചൂണ്ടയിടൽ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ യോഗ പരിശീലനത്തിലുള്ള സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും മികച്ച സൌകര്യവും സർവീസും നൽകുന്നു. കുടുംബവുമായി ഒരു ദിവസം ചിലവിടാം. സന്ദർശിക്കുക ജോയ്സ് പാർക്ക്, മുരിക്കിങ്ങൽ, കോടാലി. വിളിക്കുക 9048873900. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി മകളെ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ചും മുഖ്യമന്ത്രി പിണറായി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ സെന്ററിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിജോ പുന്നക്കര, കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മനോജ് സുന്ദർ, നിയോജകമണ്ഡലം ഭാരവാഹികളായ ലിനോ മൈക്കിൾ, ആൻസ് ആൻഡോ, ആൽബിൻ സ്റ്റാൻലി, മണ്ഡലം പ്രസിഡന്റുമാരായ ഹരൻ ബേബി, പ്രതീഷ് പണ്ടാരത്തിൽ, ജസ്റ്റിൻ ആറ്റുപുറം, ജിജോ പുന്നക്കര, ജിജു ഡേവിസ് കീറ്റിക്കൽ എന്നിവർ പ്രസംഗിച്ചു. വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് UDF പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ 10-ന് പാലപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്യും. KL ജോസ് അധ്യക്ഷത വഹിക്കും. വീഴ്ചയ്ക്കു ശേഷം കുതിച്ചുയർന്ന സ്വർണ്ണവില. 5 ദിവസത്തിനു ശേഷമാണ് സ്വർണ്ണവില ഉയരുന്നത്. പവന് 520 രൂപ വർദ്ധിച്ച് 66,320 രൂപയും ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 8,290 രൂപയുമായി. ഏപ്രിൽ 4 മുതൽ സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു. വെറും 4 ദിവസം കൊണ്ട് 2,680 രൂപയാണ് സ്വർണത്തിന് കുറഞ്ഞത്. സ്വർണ്ണവില ഇനിയും കുറഞ്ഞേക്കുമെന്നുള്ള സൂചനകൾക്കിടെയാണ് ബുധനാഴ്ച വില വർദ്ധിച്ചിരിക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി വനിതാ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. വിമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള റെഗുലർ ബാച്ച് ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. പ്രായപരിധി 35 വയസ്സിൽ താഴെ. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ 11-നകം പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 8547213100. മാള ഗവൺമെന്റ് ITIയിൽ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിൽ സംവരണ വിഭാഗം നാടാർ EWS ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ ഒരു ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഏപ്രിൽ 11 രാവിലെ 10:30 മാള ഗവൺമെന്റ് ITIയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം.
യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിൽ NTC, NAC ഡിപ്ലോമ, ഡിഗ്രി. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0480-2893-127. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8290 രൂപ, പവന് 66,320 രൂപ. ചെമ്പുച്ചിറ പറപറമ്പിൽ ജോഷി അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബീനയാണ് ഭാര്യ. മകൾ ശ്രീഗംഗ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറാട്ടുപുഴ ദേവസംഗമത്തിലെ മുഖ്യ പങ്കാളിയായ തൊട്ടിപ്പാൾ ഭഗവതിയുടെ പകൽപൂരം ആഘോഷിച്ചു. ആമ്പലൂർ പള്ളിക്കുന്ന് റോഡ് നവീകരണം ആരംഭിക്കാനിരിക്കെ വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തത് പ്രതിസന്ധിയാകുന്നു. വിഷുക്കണിയൊരുക്കാൻ പൊൻനിറമുള്ള വെള്ളരിക്കായ്കൾ വിളയിച്ചെടുത്തിരിക്കുകയാണ് മറ്റത്തൂരിലെ കർഷകനായ രാജൻ പനങ്കൂട്ടത്തിൽ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി മകളെ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ചും മുഖ്യമന്ത്രി പിണറായി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ആമ്പല്ലൂർ സെന്ററിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.